ഇൻസ്റ്റൻസ്. ഒറ്റ സംശയം, അങ്ങയുടെ വാദം അതായത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പ്രകാരം പണം കടമെടുത്ത ഒരു സംസ്ഥാനത്തിൽ പോലും അവരുടെ ആ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന്റെ പണം ഈ കടമെടുപ്പ് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണോ? 2021 വരെ ഒരൊറ്റ സംസ്ഥാനം ഉൾപ്പെടുത്തിയിട്ടില്ല. ഉദാഹരണമുണ്ടോ അങ്ങയുടെ കയ്യിൽ? ഉദാഹരണത്തിന് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്. ഓ, പിന്നെ കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഏതാണ്ട് അപൂർവ സംസ്ഥാനങ്ങൾക്ക് ഇല്ലാതുള്ളത്. പക്ഷെ അവരാരും ഇത്തരത്തിലുള്ള വിപുലമായ രീതിയിൽ കടമെടുപ്പിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ടല്ലോ, FCA വഴി, നഹായ് വഴി 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം കോടി രൂപ എടുക്കണേ എന്നെങ്കിലും അവര് കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഈ വർഷവും കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അതിന്റെ ബാധ്യത കേന്ദ്ര സർക്കാർ പേറുന്നുവെന്നാണ് കേന്ദ്രം പറയുന്നത്. അതിന്റെ ബാധ്യത ആരാ നേരിടുന്നത്? ഉദാഹരണത്തിന് വായ്പ എടുക്കുന്ന FCA എന്തിന്? നെല്ല് സംഭരണത്തിന് വായ്പയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കണ്ടേ? FCA വേറെ എന്തെങ്കിലും പണം കൊണ്ടുവരുമോ? അപ്പൊ അതേപോലെയല്ലേ കിഫ്ബി എടുക്കുന്നതിൽ കേരളത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ആര് പണം കൊടുക്കും? യെസ്, ഇത് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ദാറ്റ് ഇസ് എ സിമ്പിൾ ഫാക്ട്. കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ സർക്കാരിന്റെ കടബാധ്യതയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാനങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ കേരളത്തിന് മാത്രം ഒരു നിയമം പറ്റില്ല. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ സംസ്ഥാനങ്ങൾ എടുത്താൽ കൂട്ടുമെന്ന് പറയുന്നു. അപ്പോ കേരളത്തിന് ഈ പ്രശ്നം വരുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഞാൻ പറയട്ടെ, ഈ കോവിഡ് വന്നു, 5% വായ്പ എടുക്കാം. ഇന്ത്യയിൽ കേരളം പോലുള്ള ഏതാനും സംസ്ഥാനം ഒഴിച്ച് ബാക്കി സംസ്ഥാനങ്ങൾ എടുത്തില്ലല്ലോ 5%. എടുത്തില്ല. അപ്പൊ ഓരോരുത്തരുടെയും ഡെവലപ്മെന്റ് പാത്ത് ഉണ്ട്. കേരളത്തിന് കമ്മിറ്റ്മെന്റ് ജനങ്ങൾക്ക് ഈ വലിയ പ്രതിസന്ധിയിൽ എത്ര സഹായം വേണോ നൽകണം. വേറെ സംസ്ഥാനം തീരുമാനിക്കുന്നു, ഇല്ല ഞങ്ങൾ ഇത്രയൊന്നും കൊടുക്കുന്നില്ല, അതവരുടെ സ്വാതന്ത്ര്യം. ഈ ഇന്ത്യ എന്ന് പറയുന്നതേ ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾ ഉടങ്ങിയ ഒരു രാജ്യമാണെന്ന് ആദ്യം അങ്ങ് ചിന്തിക്കാം. ഡോക്ടർ തോമസ് ഐസക്, കേന്ദ്രമന്ത്രി പറയുന്നത് നിലവിൽ ഈ പറയുന്ന 57,000 കോടി എന്നുള്ളതൊരു വ്യാജമായ കണക്കാണ്. അതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാനിക്കുമായിരുന്ന കോമ്പൻസേഷനും ഇപ്പോൾ അവസാനിക്കുന്ന റവന്യൂ ഡെഫിസിറ്റും അടക്കം ആണ് പറയുന്നത്. എന്ന് മാത്രവുമല്ല, കേന്ദ്ര പദ്ധതികളുടെ കുടിശ്ശിക എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അവാസ്തവമാണ്. കാരണം സർക്കാർ കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ല, ഏജ് കണക്ക് കൊടുക്കുന്നില്ല എന്നാണ് കണക്കിൽ എണ്ണി പറയുന്നു. നിക്ക്, വാസ്തവം അവാസ്തവം ഒന്ന് ആരാണ് ഡിനൈ ചെയ്തിട്ടുണ്ടെന്ന്? കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്, കിട്ടിയിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് കേരളത്തിന് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ കോമ്പൻസേഷൻ നീട്ടണമെന്ന് കേരളവും എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടു. ആഗ്രഹ ചിന്തയാണ്. അല്ല, ആവശ്യപ്പെട്ട എന്തുകൊണ്ടാ? ഇത് കേന്ദ്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് വരുന്ന പണമല്ല, ഒരു സെസ് ഉണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പേട് പോലും GST പൂർണ്ണ പ്രവർത്തനക്ഷമമായത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് ഒരു സാവകാശം വേണം അഡ്ജസ്റ്റ്മെന്റിന്. 14% വെച്ച് 5 വർഷം കൂട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് നിങ്ങൾ പിരിക്കണത് മതി എന്ന് പറയുമ്പോൾ ഒരു വീഴ്ചയുണ്ടാവും മൊത്തത്തിൽ. അതുകൊണ്ട് ഈ താങ്ങ് തുടരണം, ചെയ്തില്ല. ഈ വിമർശനങ്ങൾ പറയുന്നുള്ളൂ. ഇപ്പൊ ഏതായാലും ഇതുവഴി ഈ വർഷം വരുമാനം കുറയും. ധനമന്ത്രി അദ്ദേഹം സീറ്റ് കയറിയത് പോലെ പറയുന്നൊരു വസ്തുതയാണ്, ഇങ്ങനെ കുറയാൻ പോണു, ഇത് പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ഒരു ഘട്ടം തെരഞ്ഞെടുത്ത് ഈ കേന്ദ്ര സർക്കാർ എന്താ ചെയ്തേ? കിഫ്ബി ഉണ്ടായ കാലം മുതലെടുത്തുള്ള വായ്പ ഞങ്ങൾ ഇനി മുതൽ വെട്ടിക്കുറക്കുന്ന പറയുന്നത്. ഇപ്പൊ അവര് പറയണം ഭരണഘടന ഞങ്ങൾക്ക് ഈ അവകാശം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പുതിയ നിബന്ധന വെക്കുന്നു. അണ്ടർസ്റ്റാൻഡബിൾ, നിങ്ങൾ വെച്ചു, ഞങ്ങൾ തർക്കിച്ചോളാം. പക്ഷെ ഇത് സ്വാഭാവിക നീതിക്ക് പോലും എതിരല്ലെന്ന് ഞങ്ങളിപ്പോ നിയമം ഉണ്ടാക്കി, അത് മുൻകാല പ്രാബല്യം 5 വർഷത്തേക്ക് ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന് മാത്രമാണോ എന്നാണ് എന്റെ ചോദ്യം. ഇത് കേരളത്തിനല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ബാധകമാണ്. പക്ഷെ ഞാൻ പറയുന്നത് മറ്റൊരു സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കാത്ത സർക്കാരുകളാണ്. പക്ഷേ നിർമ്മല സീതാരാമൻ പറയുന്നത് എന്തിനു നിങ്ങൾ കിഫ്ബി വഴി പണം എടുക്കാൻ പോയി, അതുകൊണ്ടല്ലേ നിങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ അത് ഉൾപ്പെടുത്തി വന്നത്. കിഫ്ബി വഴി എന്തുകൊണ്ട് എടുക്കുന്നു? കാരണം
ബാക്കി സംസ്ഥാനങ്ങൾക്കൊന്നും സ്കൂളും ആശുപത്രി കെട്ടിടമൊന്നും ഇല്ല. ഇത് വല്ല മുതലാളി ഏൽപ്പിച്ച് അദ്ദേഹം പണിത് തരുമോ? അല്ലെങ്കിൽ കേരളത്തിലെ റോഡുകൾ നമുക്ക് റവന്യൂ മോഡൽ, ടോൾ പിരിക്കുന്ന മോഡൽ ഉണ്ടാക്കണമെങ്കിൽ സർവീസ് റോഡില്ലാതെ പിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ കേരളത്തിലെ റിബൺ പോലെ സെറ്റിൽമെന്റ് പാറ്റേണുള്ള സംസ്ഥാനത്ത് സർവീസ് റോഡ് ഉണ്ടാക്കി അതുവഴി ടോൾ പിരിച്ചോളം പറഞ്ഞ് ആരെങ്കിലും ഏൽപ്പിക്കണം?